ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഗോൾഡൻ ബ്ലഡ് എന്ന സീരീസിൻ്റെ 8ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡ് എൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ടാവുന്നത്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ മാർക്കും പിന്നെ ടോങ്ങും കൂടെ ആയിട്ട് ഇൻറ്റിമേറ്റ് ആവുന്നതാണ് കാണിക്കുന്നത്. ആ സമയം കിസ് ചെയ്യുമ്പോൾ ടോങ്ങിൻ്റെ ചുണ്ട് മുറിയുന്നുണ്ട്, കുറച്ച് ബ്ലഡും വരുന്നുണ്ട്. ആ ഒരു ബ്ലഡ് കാണുമ്പോഴും അതിൻ്റെ സ്മെല്ലടിക്കുമ്പോഴും ഉടനെ തന്നെ മാർക്കിൻ്റെ കൺട്രോൾ പോയിട്ട് അവനൊരു വാമ്പയറായി മാറുന്നുണ്ട്. അങ്ങനെ അവനാണെങ്കിൽ സ്വയം കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ടോങ്ങിൻ്റെ കഴുത്തിലേക്ക് അടിച്ച് അവൻ്റെ ബ്ലഡ് കുടിക്കാനായി ശ്രമിക്കുന്നുണ്ട്. ആ സമയം ടോങ് മാർക്ക് ഇത് ഞാനാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ മാർക്കിന് സ്വയം കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോഴത്തേക്കും ടോങ് മാർക്കിനെ പിടിച്ച് മാറ്റുവാണ്. ആ ഒരു ടൈമിനാണ് മാർക്കിന് അവൻ്റെ ആ ഒരു സ്വബോധത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ മാർക്ക് ഐ എം സോറി എന്ന് പറഞ്ഞിട്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. മാർക്കിൻ്റെ ഷർട്ടിൽ ടോങ്ങിൻ്റെ ബ്ലഡ് ഒരു തുള്ളി വീണിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാർക്കാണെങ്കിൽ അവനെ സ്വയം കൺട്രോൾ ചെയ്യാനായിട്ട് ആ ഒരു ബ്ലഡ് സ്മെല്ല് ചെയ്യുകയാണ്. എന്നിട്ട് അവനൊക്കെ തന്നെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. പിന്നീട് അവൻ ബാത്റൂമിലേക്ക് പോയിട്ട് ടോങ്ങിനെ കുറിച്ച് ആലോചിച്ചിട്ട് അവനെ തന്നെ സ്വയം ടച്ച് ചെയ്ത് ഇങ്ങനെ ഇൻറ്റിമേറ്റ് ആവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ ടോങ് ഉറക്കം എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും മാർക്ക് അവിടെ ഉണ്ടായിരുന്നില്ല. മാർക്ക് കഴിഞ്ഞ ദിവസം ടോങ്ങിനെ ഇനി താൻ ഉപദ്രവിക്കാതിരിക്കാനായിട്ട് റൂമിലല്ലായിരുന്നു കിടന്നത്, പുറത്തായിരുന്നു. അങ്ങനെ ടോങ് ആണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ മാർക്ക് അവിടെ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയം ടോങ് അടുത്തേക്ക് വരുമ്പോൾ മാർക്കാണെങ്കിൽ ടോങ്ങിന് തന്നോട് ദേഷ്യമായിരിക്കും. താൻ കാരണം ടോങ്ങിന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് എഴുതിയിട്ട് ടോങ്ങിൻ്റെ അടുത്തുനിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ടോങ് ആണെങ്കിൽ അവനെ പിടിച്ച് നിർത്തിയിട്ട് ഇന്നലെ നടന്ന കാര്യമൊക്കെ വിട്ട് കളഞ്ഞെങ്കിൽ ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം മാർക്ക് എന്നാലും ഞാൻ ഇന്നലെ നിന്നെ ഉപദ്രവിക്കാനായിട്ട് വന്നില്ലേ, ഇനി ഞാൻ അങ്ങനെ ചെയ്താലോ എന്നിങ്ങനെ പറയുമ്പോൾ ടോങ് ആണെങ്കിൽ പക്ഷേ നീ അതിനൊന്നും ചെയ്തില്ലല്ലോ, നമുക്കാണെങ്കിൽ ഇതിനെന്തെങ്കിലും ഒരു മാർഗ്ഗം കണ്ടുപിടിക്കാം, നീ ഇപ്പം ടെൻഷൻ ആവാതിരിക്കുക, പിന്നെ പ്രശ്നമൊന്നുമില്ല, എനിക്ക് ഇതിൻ്റെ അടുത്ത് ഒരു ദേഷ്യമില്ല, അതുകൊണ്ട് ഇക്കാര്യം ആലോചിച്ച് നീയാണെങ്കിൽ വിഷമിക്കരുതെന്ന് പറയുന്നുണ്ട്. ആ സമയം മാർക്കാണെങ്കിൽ നീ എന്നെ പേടിക്കാൻ പാടില്ല എന്നൊരാഗ്രഹം എനിക്കുണ്ടെന്ന് പറയുമ്പോൾ ടോങ് ആണെങ്കിൽ ഞാൻ നിന്നെ പേടിക്കുന്നൊന്നുമില്ല, നീ എന്നെ ഒന്നും ചെയ്തില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ്റെ കവളിലൊരു കിസ്സൊക്കെ കൊടുക്കുന്നുണ്ട്. ആ ഒരു ടൈമിലാണ് മാർക്ക് വായിച്ചുകൊണ്ടിരുന്ന ബുക്ക് കണ്ടിട്ട് ഇന്ന് കോളേജിൽ ഒരു ക്വിസ് ഉണ്ടെന്നും അതിന് താൻ പഠിച്ചിട്ടില്ല എന്നും ടോങ് ആലോചിക്കുന്നത്. അങ്ങനെ മാർക്കിൻ്റെ അടുത്ത് നീ പഠിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കുറേയൊക്കെ വായിച്ചു വെച്ചു എന്ന് പറയുന്നുണ്ട്. ആ സമയം ടോങ് ആണെങ്കിൽ കോളേജിൽ ഇപ്പോൾ റെഡി ആവാനായിട്ട് ടോങ്ക്ലേനെയും കൂടെ ഉറക്കം എഴുന്നേൽപ്പിക്കാനായിട്ട് ചെല്ലുന്നുണ്ട്. അതേസമയം താര മാർക്കിനെ ഒന്ന് കാണണമെന്നും പറഞ്ഞ് മെസ്സേജ് വായിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് മാർക്കും ടോങ്ക്ലേയും കൂടെ ആയിട്ട് താരയുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നാൽ താര എല്ലാവരും കയറ്റി വിടത്തില്ല. അതുകൊണ്ട് തന്നെ ടോങ്ക്ലേയുടെ അടുത്ത് കാറിലിരിക്കാനായിട്ട് പറഞ്ഞിട്ട് ടോങ്ങും പിന്നെ മാർക്കും കൂടെ ചെല്ലുന്നുണ്ട്. കാരണം താര പറഞ്ഞിട്ടുണ്ടായിരുന്നു തനിക്ക് ടോങ്ങിനെയും കാണണമെന്ന്. അങ്ങനെ താരയുടെ അടുത്ത് ചെല്ലുമ്പോൾ അവർക്കിപ്പോഴും വയ്യ, അവരിപ്പോഴും ബെഡ് റെസ്റ്റിൽ തന്നെയാണ്. അങ്ങനെ അവർ ബെഡിൽ ഇരിക്കുന്ന ടൈമിന് ടോങ് താൻ കാരണമല്ല ഇത്രയും സംഭവിച്ചത്, സോറി എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം താര അല്ല, ഒന്നും നീ കാരണം സംഭവിച്ചല്ല, ഇപ്പം ഞാൻ നിന്നെ ഇവിടെ വിളിപ്പിച്ചത് ഒരു കാര്യം സംസാരിക്കാനായിട്ടാണ്. നിൻ്റെ അടുത്ത് നഗാൻ വന്നപ്പോൾ അവൻ്റെ ഹിപ്നോട്ടൈസിങ് പവർ നിൻ്റെയിൽ വർക്കായില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതോടെ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യമുണ്ട്, നിൻ്റെ ബ്ലഡ് കാരണം നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടാൻ പറ്റുമെന്ന്. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാം ആലോചിച്ച് ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, അതായത് നിൻ്റെ ബ്ലഡ് ഉപയോഗിച്ച് ഞങ്ങളൊരു മരുന്നുണ്ടാക്കാൻ, എന്നാൽ നീ സമ്മതിക്കുവാണെങ്കിൽ മാത്രമേ നിൻ്റെ ബ്ലഡ് ഞങ്ങൾ എടുക്കത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. ടോങ് അപ്പം തന്നെ വേറൊന്നും ആലോചിക്കാൻ നിൽക്കുന്നില്ല, ഓക്കെ ഞാൻ റെഡിയാണെന്നങ്ങ് പറയുന്നുണ്ട്. ആ സമയം താര എങ്കിൽ ഓക്കെ, വാനാണെങ്കിൽ മരുന്നുണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം നോക്കിക്കോളും. പിന്നെ മറ്റൊരു കാര്യം കൂടെ, നീയാണെങ്കിൽ ആരെയും ഇനി വിശ്വസിക്കാൻ നിൽക്കരുത്, സ്ട്രേഞ്ചേഴ്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും എത്ര ക്ലോസ് ഫ്രണ്ട് ആണെങ്കിൽ പോലും അവരെ നീ ഇപ്പോൾ കുറച്ച് കാലത്തേക്ക് വിശ്വസിക്കാൻ പോകരുത്, എന്ത് വേണം സംഭവിക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന മാർക്കിൻ്റെ അടുത്ത് ഞാൻ ടോങ്ക്ലേനെ പോലും വിശ്വസിക്കാൻ പാടില്ലേ എന്നിങ്ങനെ ടോങ് ചോദിക്കുമ്പോൾ അതേന്നിങ്ങനെ മാർക്ക് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഇവർ മുതലും കോളേജിലേക്ക് ചെല്ലുന്നതാണ്. അന്ന് പഠിപ്പിക്കാനായിട്ട് വന്നിരിക്കുന്നത് നഗാനായിരുന്നു. ഇപ്പോൾ ടോങ്ക്ലേക്കും നഗാൻ ആരാണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ഇവർക്ക് മൂന്നുപേർക്കും നഗാനെ കാണുമ്പോൾ തന്നെ ദേഷ്യം വരുന്നുണ്ട്. നഗാൻ പഠിപ്പിക്കുന്ന ടൈമിന് മാർക്കും നഗാനും തമ്മിൽ ചെറുതായിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന രീതിയിൽ ഒരു കോൺവെർസേഷനും കൂടെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ക്ലാസ് കഴിഞ്ഞിട്ട് ഇവർ മുതൽ ഇറങ്ങി വരുന്ന ടൈമിന് ടോങ്ക്ലെ ആണെങ്കിൽ നഗാനെ കണ്ടാൽ ശരിക്കൊരു വില്ലനെ പോലെ തോന്നുന്നുണ്ടെന്ന് പറയാണ്. ആ സമയം ടോങ് കുഴപ്പമില്ല, അതിനെല്ലാത്തിനും ഒരു പരിഹാരം വരാൻ പോവാണ്, തൻ്റെ ബ്ലഡ് എടുത്തിട്ട് ഇങ്ങനൊരു മരുന്ന് കണ്ടുപിടിക്കാൻ പോവാണെന്ന് ഇവൻ പറയാൻ വരുന്നുണ്ട്. ആ ടൈമിന് പെട്ടെന്ന് തന്നെ മാർക്ക് തടയുവാണ്, കാരണം ടോങ്ക്ലെ പോലും അത് അറിയാതിരിക്കാനായിട്ട്. ആ സമയം ടോങ്ക്ലേക്ക് മനസ്സിലാവുന്നുണ്ട് തൻ്റെ അടുത്ത് അത് പറയാതിരിക്കുന്നതാണെന്ന്. അങ്ങനെ ടോങ്ക്ല ശരി കുഴപ്പമില്ല, ആ രഹസ്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്നെ മനസ്സിൽ വെച്ചോ, ഞാനെന്തായാലും എൻ്റെ രജിസ്ട്രേഷൻ കോഡ് വാങ്ങാനായിട്ട് അഡ്വൈസറിനെ കാണാൻ പോവാം, ബായ് എന്ന് പറഞ്ഞിട്ട് ടോങ്ക്ല പോകുന്നുണ്ട്. അവൻ പോയി കഴിയുന്നത് ടോങ് അവന് നമ്മുടെ കാര്യമൊക്കെ അറിയാമല്ലോ, പിന്നെ പറഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ മാർക്ക് ടോങ്ങിനോട് എനിക്ക് ടോങ്ക്ലേനെ വിശ്വാസക്കുറവൊന്നുമില്ല, പക്ഷേ എനിക്ക് നഗാനെ തീരെ വിശ്വാസമില്ല, നീ എങ്ങാനും ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നഗാനാണെങ്കിൽ ഇവനെ ഹിപ്നോട്ടൈസ് ചെയ്യുകയും അങ്ങനെ ഈ കാര്യങ്ങൾ നഗാൻ അറിയാനും ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നഗാൻ അവനെ ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് അവൻ നിന്നെ അറ്റാക്ക് ചെയ്യാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിൻ്റെ ഈ ബ്ലഡ് എടുത്ത് മരുന്നുണ്ടാക്കാൻ പോകുന്ന കാര്യമൊന്നും ടോങ്ക്ലയോട് പറയണ്ടെന്ന് പറയുന്നുണ്ട്.
അത് കേൾക്കുമ്പോൾ ടോങ്ങിന് സങ്കടമാവുന്നുണ്ട്. ഇത് കാണുമ്പോൾ മാർക്ക് വാനാണെങ്കിൽ നിൻ്റെ ആ ഒരു ബ്ലഡ് വെച്ച് മരുന്നുണ്ടാക്കുന്ന സക്സസ് ആയി കഴിഞ്ഞാൽ എല്ലാവരുടെ കാര്യം ഓക്കെ ആവും, പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയം ടോങ് പക്ഷേ നമ്മളിത് ടോങ്ക്ലേയുടെ അടുത്ത് നിന്ന് മറച്ചു വയ്ക്കുമ്പോൾ അവന് സങ്കടമാവത്തില്ലേ എന്ന് പറയുന്നുണ്ട്. മാർക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇന്ന് വൈകുന്നേരം ടോങ്ക്ലേക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് വാങ്ങിച്ച് കൊടുക്കാം, അങ്ങനെ നീ അവനോട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി എന്ന് പറയുന്നുണ്ട്. ടോങ്ങും സമ്മതിക്കുന്നുണ്ട്. അടുത്ത് ടോങ്ക്ലേനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ അവൻ്റെ രജിസ്ട്രേഷൻ കോഡിൻ്റെ കാര്യം സംസാരിക്കാനായിട്ട് അവൻ്റെ അഡ്വൈസർ ആരാണെന്ന് നോക്കാനായിട്ട് നോട്ടീസ് ബോർഡിൻ്റെ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. നോക്കുമ്പോഴാണ് അവൻ്റെ അഡ്വൈസറായിട്ട് കിടക്കുന്ന നഗാനായിരുന്നു. കറക്റ്റ് ടൈമിന് അവനോട് സംസാരിക്കാനായിട്ട് നഗാനും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവനങ്ങനെ ഒഴിഞ്ഞു മാറുമ്പോഴത്തേക്കും നഗാനാണെങ്കിൽ മാർക്ക് മിക്കവാറും എൻ്റെ അടുത്ത് സംസാരിക്കേണ്ടെന്നും എന്നെ ഒഴിവാക്കാനായിട്ട് നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും, നീ അവനെ വിശ്വസിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം ടോങ്ക്ലെയാണെങ്കിൽ നിങ്ങളല്ലേ എൻ്റെ അഡ്വൈസർ, എൻ്റെ രജിസ്ട്രേഷൻ കോഡ് വാങ്ങാനായിട്ടാണ് ഞാൻ വന്നതെന്ന് പറയുമ്പോഴത്തേക്കും നഗാനാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്, നിനക്കാണെങ്കിൽ മാർക്കിനെ വേണമെങ്കിൽ വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം, പക്ഷെ അവൻ നിന്നെ പറ്റിക്കുന്നതാണ്, അവനാണെങ്കിൽ നിൻ്റെ അടുത്ത് എന്തൊക്കെയാണ് പറഞ്ഞു വച്ചേക്കുന്നത് എന്നൊന്നും എനിക്കറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ടോങ്ക്ല അതിന് മറുപടി കൊടുക്കുന്നില്ല. അതേ ടൈമിൽ തന്നെ നീ പാർട്ട് ടൈം ജോബ് ചെയ്തതിൻ്റെ പൈസ നിനക്ക് കിട്ടിയോ എന്നും അവനോട് ചോദിക്കുന്നുണ്ട്. ആ സമയം ആ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ പാർട്ട് ടൈം ഞാൻ ചെയ്തില്ല, അതിന് മുമ്പേ ഞാൻ വീട്ടിൽ പോയി എന്ന് പറയുന്നുണ്ട്. നഗാന സമയം നിൻ്റെ അഡ്വൈസർ എന്നുള്ള നിലയിൽ ഞാൻ നിനക്കൊരു കാര്യം പറഞ്ഞുതരാം, ടോങ്ങിന് വേണ്ടിയിട്ട് നിൻ്റെ സ്കോളർഷിപ്പ് വേണ്ട, അത് വേണ്ട, ഇത് വേണ്ട എന്നൊക്കെ പറഞ്ഞ് നീ ഇങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാൽ നീ എങ്ങനെ നിൻ്റെ ലൈഫിൽ നന്നായിട്ട് ജീവിക്കും? ടോങ് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോയെന്നിരിക്കും, എന്നാൽ നീയാണെങ്കിൽ അവന് വേണ്ടിയിട്ട് ഓരോന്ന് സാക്രിഫൈസ് ചെയ്താൽ ലാസ്റ്റ് നീ എവിടെ എത്തിത്തീരുമെന്നാണ് നിൻ്റെ വിചാരം. അതുകൊണ്ട് നീ തന്നെ ആലോചിക്ക്, നിനക്കാണെങ്കിൽ പാർട്ട് ടൈം ജോബ് വേണോ പിന്നെ സ്കോളർഷിപ്പ് വേണോ എന്നൊക്കെ. ഇതൊരു സ്കോളർഷിപ്പിൻ്റെ ഫോമാണ്, ഇത് ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ നിന്ന് ഒന്നും തരണയല്ല, ഇത് കോളേജിൻ്റെ തന്നെ ഒരു സ്കോളർഷിപ്പാണ്, അതുകൊണ്ട് തന്നെ നീ ആലോചിച്ചിട്ട് നിനക്കിത് വേണോ വേണ്ടേ എന്ന് തീരുമാനിച്ച് പറഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട്. ആ സമയം ടോങ്ക്ലൊരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുകയാണ്. അതായത് കുഞ്ഞിലെ ഒരു ഓർഫനേജിലുള്ള സമയത്തായാലും ആൾക്കാർ ഓർഫനേജിലേക്ക് ഡ്രസ്സൊക്കെ സംഭാവന ചെയ്യുമല്ലോ, അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന ഡ്രസ്സുകളിൽ നല്ലതെല്ലാം തന്നെ ടോങ്ക്ലയാണെങ്കിൽ എടുക്കണമെന്ന് വിചാരിക്കുമ്പോൾ അതൊക്കെ തന്നെ എപ്പോഴും ന്യൂവൻ ടോങ്ക്ലയോട് ടോങ്ങിന് കൊടുക്കാനായിട്ട് പറയുമായിരുന്നു. ടോങ്ക്ല എപ്പോഴും ടോങ്ങിന് കൊടുക്കുകയും ചെയ്യും. പിന്നെ ഡ്രസ്സ് വരുമ്പോഴായാലും ടോങ്ക്ല ഇത് ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അത് ന്യൂവനാണെങ്കിൽ ടോങ്ങിന് തന്നെ കൊടുക്കാൻ പറയും. കാരണം ആ സമയത്ത് ടോങ്ങിന് വയ്യ, ടോങ്ങിൻ്റെ കൈയും കാലും മുറിയാൻ പാടില്ല എന്നൊക്കെ കരുതിയിട്ട് ഫുൾ കൈ ഒക്കെ വരുന്ന ഡ്രസ്സെല്ലാം തന്നെ ടോങ്ങിന് കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമയം തൊട്ടേ ടോങ്ക്ല അവൻ ഇഷ്ടപ്പെടുന്നതെല്ലാം ടോങ്ങിന് കൊടുത്തു വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ വലുതായപ്പോഴും നഗാനിപ്പോൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ടോങ്ക്ലയുടെ മനസ്സിൽ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. അതായത് എനിക്ക് വേണ്ടതൊക്കെ ഞാൻ എന്തിന് ടോങ്ങിന് വേണ്ടിയിട്ട് വിട്ടു കൊടുക്കണമെന്നൊക്കെ. എന്നാലും അവൻ അതിൽ വീഴുന്നില്ല. അവനാണെങ്കിൽ ആ ഫോം വാങ്ങിച്ചിട്ട് ശരിയെന്നുള്ള രീതിയിൽ മൈൻഡാക്കാതെ അങ്ങ് പോകുന്നുണ്ട്. നടന്നു പോകുന്ന ടൈമിന് അവനെ ഫോമൊന്നും എടുത്ത് നോക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മാർക്ക് ടോങ്ങിനെയും കൊണ്ട് എങ്ങോട്ടോ പോകുന്നതാണ്. ആ സമയം കാറിൽ പാട്ടിട്ടിട്ടുണ്ടായിരുന്നു. ആ പാട്ടിനനുസരിച്ച് ടോങ്ങും പാടുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ മാർക്ക് നീ ഇത്ര നന്നായിട്ട് പാട്ട് പാടുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു, ഒരു ദിവസം നീ എനിക്ക് പാട്ട് പാടി തരണമെന്ന് പറയുമ്പോൾ ടോങ്ങാണെങ്കിൽ എനിക്കാണെങ്കിൽ ആരെങ്കിലും മുന്നിൽ പാടാൻ പറയുമ്പോൾ ഭയങ്കര പേടിയാണ്, അതുകൊണ്ട് ഞാൻ പാടത്തില്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം മാർക്കാണെങ്കിൽ ടോങ്ങിന് ഓരോരോ സ്ഥലത്ത് പോകുന്നുണ്ട്. അവരാണെങ്കിൽ ഒരു ഡേറ്റിന് പോകുന്ന പോലെ തന്നെ പല സ്ഥലത്തും പോയിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് എൻജോയ് ചെയ്ത്, മാർക്കാണെങ്കിൽ വാമ്പയർ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരേ ഏജിൽ തന്നെ എത്രയോ വർഷങ്ങളായിട്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പഴയ കാര്യങ്ങളും ഒക്കെ തന്നെ സംസാരിക്കുന്നുണ്ട്. മുമ്പത്തെ ഫോട്ടോസൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് ലാസ്റ്റ് മാർക്ക് നമുക്ക് ഒരു സ്ഥലത്തോട്ട് പോകാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ കോളേജിൻ്റെ ഒരു സ്ഥലത്ത് തന്നെ കൊണ്ടുവരാണ്. അവിടെ വന്ന് കഴിയുമ്പോഴത്തേക്കും ടോങ്ങിൻ്റെ അടുത്ത് നമ്മുടെ 1 മാസത്തെ ആനിവേഴ്സറിയാണിന്ന്, ഹാപ്പി ആനിവേഴ്സറി എന്നൊക്കെ പറഞ്ഞിട്ട് സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു റിങ്ങിൻ്റെ ബോക്സൊക്കെ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ട്. അത് കാണുമ്പോഴത്തേക്കും ടോങ് ആണെങ്കിൽ അല്ല നീ ഇത് എവിടെ നിന്ന് ഇതൊക്കെ പഠിച്ചതെന്നിങ്ങനെ ചോദിക്കുമ്പോൾ മാർക്ക് ഇൻ്റർനെറ്റിൽ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞേക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ടോങ് ആണെങ്കിൽ എന്തായാലും ഇത്രയൊക്കെ ചെയ്തു തന്നതിന് താങ്ക്സ്, പക്ഷേ നിനക്ക് വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഗിഫ്റ്റൊന്നുമില്ല, കുഴപ്പമില്ല, നീ വൈകുന്നേരം വീട്ടിലോട്ട് വാ, നിനക്ക് ഞാൻ ഒരു ഗിഫ്റ്റ് തരാമെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ഹഗ് ചെയ്യുമ്പോഴത്തേക്കും നഗാൻ്റെ ഒരാൾ ഇതൊക്കെ ഫോട്ടോ എടുത്തിട്ട് നഗാന് കൊടുക്കുന്ന കാണിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നൈറ്റ് ആകുമ്പോഴത്തേക്കും ഇവരുടെ വീട്ടിൽ ഇരിക്കുകയാണ്. ആ സമയം ടോങ് ആണെങ്കിൽ റൂമെല്ലാം മെഴുകുതിരിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കത്തിച്ച ശേഷം മാർക്കിന് കഴിക്കാനായിട്ട് ഒരു കപ്പ് കേക്ക് കൊടുത്തിട്ട് അവൻ്റെ ഗിറ്റാർ ഉപയോഗിച്ച് അവൻ പാട്ടൊക്കെ പാടി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വാനിനെ കാണിക്കുമ്പോൾ അവരിപ്പോൾ ആ ഒരു മരുന്ന് കണ്ടുപിടിക്കാനുള്ള അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റിലാണ്. അങ്ങനെ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വാൻ അതിൻ്റെ ഒരു മെസ്സേജ് മാർക്കിന് അയച്ചു കൊടുക്കുന്നുണ്ട്. മാർക്കാണ് ടോങ്ങിൻ്റെ ബ്ലഡ് എടുത്തിട്ട് ആ ബ്ലഡും കൊണ്ട് നേരെ ഈ മരുന്നുണ്ടാക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ പോകുന്നത്. അങ്ങനെ ടോങ്ങിനെ ബെഡിൽ കിടത്തിയ ശേഷം ബ്ലഡ് എടുത്ത് കഴിയുമ്പോൾ നിനക്ക് കുറച്ചത് ക്ഷീണം കാണും, നീ റെസ്റ്റ് എടുക്കുക, ഞാൻ പെട്ടെന്ന് തന്നെ ഈ ബ്ലഡ് കൊണ്ടു കൊടുത്തിട്ട് വന്നോളാം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ ആ ഓക്കെ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അങ്ങനെ മാർക്കാണെങ്കിൽ ടോങ്ങിൻ്റെ ബ്ലഡ് ഒരു സിറിഞ്ചിൽ കളക്ട് ചെയ്യുന്നുണ്ട്.
അതിനുശേഷം ആ ഒരു ബ്ലഡെല്ലാം കൊണ്ട് തന്നെ മാർക്ക് അവിടെ നിന്ന് പോകാൻ നിൽക്കുന്ന ടൈമിൽ 2-3 കാറിലുള്ള ആൾക്കാർ അവനെ വന്ന് വളഞ്ഞിട്ട് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആ ബ്ലഡ് എടുത്തുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്. അവനാണെങ്കിൽ അവരെല്ലാവരും അടിച്ചിടുന്നുമുണ്ട്. ഇതേ സമയം ടോങ്കളെ ഇപ്പോഴും കോളേജിൽ ഇരിക്കുമായിരുന്നു. അങ്ങനെ അവിടെ ഇരുന്നുകൊണ്ട് ടോങ്കളയാണെങ്കിൽ ടോങ്ങിന് മെസ്സേജ് അയച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് വരാൻ പോവാ, വരുമ്പോൾ നിനക്ക് കഴിക്കാനായിട്ട് എന്തെങ്കിലും വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ടോങ്ങാണെങ്കിൽ നീ ഇപ്പം വീട്ടിലോട്ട് വരണ്ട, കുറച്ച് കഴിഞ്ഞ് വന്നാൽ മതി എന്ന് പറയുമ്പോൾ ടോങ്കള അതെന്താ കാര്യമെന്ന് ചോദിക്കുന്നുണ്ട്. ടോങ് അപ്പോൾ അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ മെസ്സേജ് അയക്കുന്നത് നിർത്തുന്നുണ്ട്. ആ സമയം ടോങ്കളയ്ക്ക് വിഷമമാവുന്നുണ്ട് തന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നതിൽ. ആ ഒരു ടൈമിൽ തന്നെ നക്കാൻ അവൻ്റെ അടുത്തേക്ക് വന്നിരുന്നിട്ട് മാർക്കിനെ കുറച്ച് പേർ അറ്റാക്ക് ചെയ്യുന്നത് മാർക്ക് അവരെ തിരിച്ചടിച്ചിടുന്നതായിട്ടുള്ള വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് നഗാൻ ടോങ്കളയോട് മാർക്കിപ്പോൾ ടോങ്ങിൻ്റെ ബ്ലഡും എടുത്തുകൊണ്ട് അത് താരയ്ക്ക് കൊടുക്കാനായിട്ട് പോവുക. താരയ്ക്കത് കിട്ടിക്കഴിഞ്ഞാൽ ശരിക്കും പ്രശ്നവും നിൻ്റെ ഫ്രണ്ട് അപകടത്തിലാവുകയും ചെയ്യും. അതുകൊണ്ട് പെട്ടെന്ന് പോയിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം നക്കാൻ പറയുന്നതും താൻ വിശ്വസിക്കത്തില്ലെന്ന് തിരിച്ച് ടോങ്കള പറയുമ്പോൾ നക്കാനാണെങ്കിൽ നീ എന്നെ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി, പക്ഷേ ഞാൻ കാര്യമായിട്ട് തന്നെ പറയാം, ഈ ബ്ലഡ് താരയുടെ കയ്യിലെത്തി കഴിഞ്ഞാൽ നിൻ്റെ ഫ്രണ്ടിൻ്റെ ബ്ലഡ് മൊത്തം അവരെടുക്കും. അവസാനം നിൻ്റെ ഫ്രണ്ടിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞിട്ട് എന്നോട് പറയരുതെന്ന് പറയുന്നുണ്ട്. അതും പറഞ്ഞ് നക്കാൻ എഴുന്നേറ്റ് പോകുമ്പോഴത്തേക്കും ടോങ്കളയ്ക്ക് ഓർഫനേജിൽ നിന്നൊരു കോൾ വരുന്നുണ്ട്. അങ്ങനെ കോളിലെ കാര്യം അറിയുമ്പോഴത്തേക്കും ടോങ്കള ഭയങ്കരമായിട്ട് ഷോക്കാവുന്നുണ്ട്. ഉടനെ തന്നെ ടോങ്ങിനെ വിളിച്ചിട്ട് കാര്യം പറയാണ്. കാര്യം പറ്റുന്നില്ല, നുവന് ഒരു ആക്സിഡൻറ്റ് പറ്റി സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലാണ്. അങ്ങനെ അവരാണെങ്കിൽ ഉടനെ തന്നെ പോയി കാണണമെന്നും പറഞ്ഞ് തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ ടോങ്ങും ടോങ്കളയും കൂടെ പോകാൻ നിൽക്കുന്ന ടൈമിൽ ടോങ്ങാണെങ്കിൽ ആരെങ്കിലും നിന്നെ വിളിച്ച് പറഞ്ഞ് പറ്റിച്ചായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ടോങ്കളയാണെങ്കിൽ അല്ലാന്ന് പറഞ്ഞിട്ട് ആ ഒരു കോളും എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആ നുവൻ ഹോസ്പിറ്റലിൽ കിടക്കുന്നതിൻ്റെ ഒരു ഫോട്ടോയും എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ സമയം തന്നെ ഓർഫനേജിലൊരു പയ്യൻ വിളിച്ചിട്ട് എപ്പോഴാണ് വരുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ടോങ്ങിനോടും ടോങ്കളയോടും. ആ ടൈമിൽ നഗാൻ അവൻ്റെ കാറും കൊണ്ടുവന്നിട്ട് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ ടോങ്ങാണെങ്കിൽ ഇവൻ്റെ കൂടെയാണ് പോകുന്നത്, ഞങ്ങൾ വരത്തില്ല എന്ന് പറയുന്നുണ്ട്. നഗാനപ്പോൾ നിന്നെ അറ്റാക്ക് ചെയ്യാനാണെങ്കിൽ അതെനിക്ക് നേരത്തെ ചെയ്യാമായിരുന്നു, പക്ഷേ ഇപ്പോൾ അതൊന്നുമല്ല ഞാൻ ചെയ്യാൻ നിൽക്കുന്നത്, അതുകൊണ്ട് വരുന്നുണ്ടെങ്കിൽ വരാനായിട്ട് പറയുന്നുണ്ട്. മാർക്കിനെ വിളിച്ച് കാര്യം പറയാനായിട്ട് പറയുന്നുണ്ട്. ടോങ് അപ്പോൾ പോകത്തില്ല എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ ടോങ്കളയാണെങ്കിൽ നുവൻ്റെ കാര്യം ഭയങ്കര സീരിയസാണ്, നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവരാണെങ്കിൽ നഗാൻ്റെ കൂടെ തന്നെ അവൻ്റെ കാറിൽ കയറി പോകുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിലെത്തിയിട്ട് നുവനെ മീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഡോക്ടറിനോട് ഇവർ സംസാരിക്കുന്നുണ്ട്. ഡോക്ടർ അപ്പോൾ നല്ല ക്രിട്ടിക്കലാണ്, എന്താവുമെന്ന് പറയാൻ പറ്റത്തില്ല, ഓപ്പറേഷനും ഭയങ്കര റിസ്ക്കാണ്, എന്നാലും ഞങ്ങളുടെ പരമാവധി ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അതിനുശേഷം പിന്നീട് നഗാനാണെങ്കിൽ ഇവർ രണ്ടുപേരും ഓർഫനേജ് കൊണ്ടുവരുമ്പോഴത്തേക്കും അവിടെയുള്ള പിള്ളേരെല്ലാവരും നുവൻ എന്തായെന്ന് അറിഞ്ഞൂടാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കായിരുന്നു. അങ്ങനെ ഇവരാണെങ്കിൽ കുഴപ്പമില്ല നുവൻ ഓക്കെ ആണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും പിള്ളേരൊക്കെ കരയുന്നുണ്ട്. ആ സമയം അവരെയൊക്കെ സമാധാനിപ്പിക്കുന്ന ടൈമിൽ തന്നെ നുവൻ ഓക്കെ ആവുന്നവരെ നമുക്കിവിടെ താമസിച്ചാലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. ആ സമയം നഗാനാണെങ്കിൽ അത് വേണ്ട, നിങ്ങൾക്ക് കോളേജിൽ പോവേണ്ട ആവശ്യമില്ലേ, ഇപ്പോൾ പിള്ളേരെ നോക്കാനായിട്ട് ഇവിടെ ഒരാൾ തൽക്കാലം നിർത്തിയിട്ടുണ്ട്, നിങ്ങൾ തിരിച്ച് പൊക്കാളനായിട്ട് പറയുന്നുണ്ട്. ആ സമയം നഗാൻ്റെ അടുത്ത് നീ എന്തിനാ ഞങ്ങൾ ഇതിന് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ടോങ് ചോദിക്കുമ്പോൾ നഗാനാണെങ്കിൽ അതിന് കാരണം ഞാനിപ്പോൾ താരയ്ക്ക് വയ്യാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ തൽക്കാലത്തേക്ക് ചെയർമാനായിട്ടിരിക്കുന്ന ആളാണ്, പിന്നെ ഞങ്ങളെ ഗ്രൂപ്പാണെങ്കിൽ ഒരുപാട് വർഷമായിട്ടും ഈ ഓർഫനേജിന് ഒരുപാട് ക്യാഷൊക്കെ കൊടുത്ത് സഹായിക്കുന്നുണ്ട്, ഞാനിപ്പോൾ ചെയർമാൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ള എല്ലാവരെയും നോക്കേണ്ടത് എൻ്റെയും കൂടെ ഉത്തരവാദിത്തമാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം പിന്നീട് നഗാൻ്റെ കൂടെ ഒരു കാറിൽ പോകുന്ന ടൈമിന് നഗാനാണെങ്കിൽ ടോങ്ങിനെയും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. മാർക്കൊന്നും നീ വിചാരിക്കുന്ന പോലെ അല്ല, താര നീ വിചാരിക്കുന്ന ഒരാളെ അല്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ടോങ്ങാണെങ്കിൽ നീ പറയുന്നതിനും ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല, എൻ്റെ മാർക്കിനെയൊക്കെ പിടിച്ചതിന് ശേഷം നിനക്കെന്നെ ഉപദ്രവിക്കാനല്ലേ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും നഗാനാണെങ്കിൽ നിന്നെ ഉപദ്രവിക്കണമായിരുന്നെങ്കിൽ എനിക്കത് നേരത്തെ ചെയ്യാമായിരുന്നല്ലോ, ഇതൊക്കെ ഇപ്പോൾ നിൻ്റെയും ടോങ്കളെയും നല്ലതിന് വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാണെന്ന് പറയുമ്പോൾ ടോങ്ങാണെങ്കിൽ ഞാൻ എന്തൊക്കെ വന്നാലും നിന്നെ വിശ്വസിക്കത്തില്ല, നീ മുമ്പ് എന്നെ അറ്റാക്ക് ചെയ്യാത്തത് മാർക്കിൻ്റെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ നീ എന്നെ മുമ്പേ അറ്റാക്ക് ചെയ്തേനെ, എനിക്കെല്ലാം അറിയാമെന്ന് പറയുമ്പോൾ നഗാനാണെങ്കിൽ മാർക്ക് ഫൈറ്റ് ചെയ്യുന്ന ആ ഒരു വീഡിയോ ഒക്കെ കാണിച്ചു കൊടുത്തിട്ട് ശരിക്കും മാർക്ക് ഇങ്ങനത്തെ ഒരാളാണ്, നിൻ്റെ മുന്നിൽ അഭിനയിക്കുന്നതാണ്, നിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്, ഒന്ന് വിശ്വസിക്കാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ടോങ്കളയ്ക്ക് ആ ഒരു ഫൈറ്റിൻ്റെ വീഡിയോ ഒക്കെ കാണുമ്പോൾ മാർക്കിനെ ചെറുതായിട്ട് സംശയമൊക്കെ തോന്നി തുടങ്ങുന്നുണ്ട്. എന്നാൽ ടോങ്കളയ്ക്ക് സംശയം വരുന്നില്ല. അങ്ങനെ നഗാൻ്റെ ഇവരെ വീട്ടിലേക്ക് ആക്കിയിട്ട് പോകുന്നുണ്ട്. ആ ടൈം മാർക്ക് അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും ടോങ്കളയാണെങ്കിൽ ടോങ്ങിനെ മാർക്കിൻ്റെ അടുത്തുനിന്ന് മാറ്റി നിർത്തുന്നുണ്ട്. ആ സമയം ടോങ്കളയോട് ടോങ് അവൻ നിന്നെയും എന്നെയും ഒന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട് മാർക്കിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ഇതേപോലെ ന്യൂവൻ ഹോസ്പിറ്റലായിരുന്നു, ഞങ്ങൾ കാണാൻ പോയി, നഗാനാണ് കൊണ്ടുപോയത്, പക്ഷേ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ സേഫായിട്ട് തിരിച്ചെത്തി എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ മാർക്കിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ അവൻ നേരെ ടോങ്കളയുടെ അടുത്ത് ചെന്നിട്ട് അവൻ്റെ കൈ ഇങ്ങനെ നീട്ടുമ്പോൾ അറ്റാക്ക് ചെയ്യാൻ വരുന്നതാണെന്ന് കരുതിയിട്ട് ടോങ്കള ഉടനെ തന്നെ ഒഴിഞ്ഞു മാറാണ്. മാർക്ക് ആ സമയം നിന്നെ നഗാൻ ഹിപ്നോട്ടൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ഞാൻ ചെക്ക് ചെയ്യാൻ വന്നതാണ്, വേറൊന്നും അല്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ടോങ്കളാണെങ്കിൽ ടോങ്ങിൻ്റെ അടുത്ത് എനിക്കാണെങ്കിൽ മാർക്കിന് സംശയമുണ്ട്,
നീ അവനെ മുഴുവനായിട്ട് വിശ്വസിക്കേണ്ടെന്ന് പറയാണ്. ആ സമയം ടോങ്ങാണെങ്കിൽ അവനെ വിശ്വസിക്കാതിരിക്കാനായിട്ട് ഒന്നുമില്ലയെന്ന് പറയുമ്പോൾ ടോങ്കളാണെങ്കിൽ പിന്നെ അവൻ എന്തിനാണ് നിൻ്റെ ബ്ലഡ് എടുത്തത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ആ മരുന്നുണ്ടാക്കുന്നതിൻ്റെ കാര്യം ഇവൻ്റെ അടുത്ത് പറയണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ടോങ്ങാണെങ്കിൽ അത് ഒരു കാര്യമുണ്ട്, അതെന്താണ് കാര്യമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുമ്പോൾ ടോങ്കളാണെങ്കിൽ പിന്നെ എനിക്കും കൂടെ പറഞ്ഞു തരാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ടോങ്ങാണെങ്കിൽ മിണ്ടാതിരിക്കുന്ന കാണുമ്പോൾ ടോങ്കള നിനക്കിപ്പോൾ എന്നെ വിശ്വാസം ഇല്ലാതായല്ലേ, ഇപ്പം കണ്ട ഒരാളെ നിനക്ക് ഭയങ്കര വിശ്വാസം വരികയും നീയാണെങ്കിൽ അവൻ്റെ കൂടെ നിൽക്കാനും തുടങ്ങി. പക്ഷേ കുഞ്ഞിലെ തൊട്ടേ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നെ നിനക്ക് വിശ്വാസം ഇല്ലാതായല്ലേ എന്ന് പറഞ്ഞിട്ട് ടോങ്കൾ അവിടെ നിന്ന് വിഷമിച്ച് പോകാൻ നിൽക്കുകയാണ്. ആ സമയം ടോങ് അവൻ്റെ അടുത്ത് കാര്യം പറയാൻ ശ്രമിക്കുന്നുണ്ട്, എന്നാൽ ഈ റീസൺ തുറന്ന് പറയുന്നില്ല. ജസ്റ്റ് ഒരു കാര്യമുണ്ടെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ആ സമയം ടോങ്കള എപ്പോഴാണോ നിനക്ക് ഇനി എൻ്റെ അടുത്ത് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുന്നത് അന്ന് നീ എന്നെ വിളിച്ചാൽ മതി, അന്നേ ഇനി നമ്മൾ തമ്മിൽ കാണത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൻ പോകുകയാണ് അവിടെ നിന്ന്. ടോങ് ആ സമയം അവനെ കുറേ പ്രാവശ്യം തിരിച്ച് വിളിക്കുന്നുണ്ട്, എന്നാൽ ടോങ്കൾ തിരിച്ചു പോവുകയും ചെയ്യുകയാണ്. മാർക്കാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ടോങ്ങിനെ വീട്ടിൻ്റെ അകത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. ഇതേ സമയം ടോങ്കളാണെങ്കിൽ പുറത്തൊരിടത്ത് ചെന്നിരുന്നിട്ട് ഒറ്റയ്ക്കിരുന്ന് കരയുന്നുണ്ട്. ആ സമയം നഗാനാണെങ്കിൽ അവൻ്റെ കാറും കൊണ്ട് അവിടെ ഫ്രണ്ടിലേക്ക് വന്ന് നിർത്തിയിട്ട് ഇവൻ്റെ അടുത്ത് കാറിലേക്ക് കയറിക്കോ, നിനക്ക് പോവേണ്ട സ്ഥലത്ത് ഞാൻ നിന്നെ കൊണ്ടുവിടാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവൻ വേറൊന്നും പറയാൻ നിൽക്കുന്നില്ല, നഗാൻ്റെ കൂടെ അവൻ്റെ കാറിലേക്ക് കയറുകയാണ്. അങ്ങനെ നഗാൻ്റെ ഓഫീസിലേക്കായിരുന്നു അവർ നേരെ പോകുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ടോങ്കളെയാണെങ്കിൽ ന്യൂവൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ വേറെ ആരുമില്ല, കൂടെ ഉണ്ടായിരുന്ന ടോങ്ങിന് പോലും എന്നെ ഇപ്പോൾ വേണ്ടാത്ത അവസ്ഥയായി, ഒറ്റപ്പെട്ടു പോവോ ആരും ഇല്ലാതാവോ എന്നുള്ള സങ്കടമാണ് എനിക്കിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞിട്ട് അവൻ വിഷമിക്കുമ്പോൾ നഗാനാണെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, പക്ഷേ ഇനി ഒരിക്കലും നിനക്കങ്ങനെ വിഷമമൊന്നും ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞിട്ട് നഗാൻ ടോങ്കളേനെ ഹിപ്നോട്ടൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ടോങ്കളേനെ അവൻ്റെ ആളാക്കിയതുകൊണ്ട് തന്നെ ടോങ്കളയുടെ ചെവിയുടെ പുറകിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ടാറ്റു ക്രിയേറ്റ് ആവുന്നുണ്ട്. ഇവൻ ആരെയൊക്കെയാണ് ഹിപ്നോട്ടൈസ് ചെയ്യുന്നത് അവരുടെ ചെവിയുടെ പുറകിലൊക്കെ തന്നെ ഇങ്ങനൊരു ടാറ്റു ക്രിയേറ്റ് ആവുന്നുണ്ടായിരുന്നു. നഗാനാണെങ്കിൽ അവരുടെ ഓർഫനേജിൽ ഇപ്പോൾ തൽക്കാലം പിള്ളേരെ നോക്കാനായിട്ട് ഒരാളെ നിർത്തിയെന്ന് നേരത്തെ പറഞ്ഞത് അതും നഗാൻ ഹിപ്നോട്ടൈസ് ചെയ്ത ഒരു പെങ്കുച്ചു തന്നെയായിരുന്നു. ഇതേ സമയം ടോങ്ങിനെയും മാർക്കിനെയും കാണിക്കുമ്പോൾ വീട്ടിൻ്റെ അകത്തേക്ക് കയറി കഴിയുന്നതും മാർക്കും ടോങ്ങും തമ്മിൽ പ്രശ്നമാവുകയാണ്. അതായത് നീ എന്തുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തില്ല, നീ എന്തിനാണ് നഗാൻ്റെ കൂടെ പോയത്, അവൻ തന്നെ എന്തെങ്കിലും ചെയ്യുമായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ടോങ് തിരിച്ച് പക്ഷേ ന്യൂവൻ മരിക്കാറായ അവസ്ഥയിൽ കിടക്കുമായിരുന്നു, ഞാൻ നിന്നെ ഒരുപാട് പ്രാവശ്യം ഫോൺ ചെയ്തു, നീ ഫോൺ എടുത്തില്ല, വെയിറ്റ് ചെയ്ത് നിൽക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല, അവരെൻ്റെ അമ്മയാണ്, അവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എനിക്കത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം മാർക്ക് എനിക്കത് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ എനിക്ക് പേടിയാണെന്ന് പറയുമ്പോൾ ടോങ് നിനക്കെന്ത് പേടിക്കാനുള്ളത് ഞാനല്ലേ, നിനക്കെന്താ ഗോൾഡൻ ബ്ലഡ് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടിയാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും മാർക്കാണെങ്കിൽ അതൊന്നുമല്ല, നീ എൻ്റെ കൂടെ ഉണ്ടാവാതിരിക്കുമോ എന്നുള്ള പേടിയാണ്, നിന്നെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടിയാണ്, നീ എന്നെ വെറുക്കുമോ എന്നുള്ള പേടിയാണ്, ഇങ്ങനെയുള്ള ഫീലിംഗ് ഒന്നും എനിക്ക് മുമ്പ് ഉണ്ടായിട്ടില്ല, പക്ഷേ എനിക്ക് അതൊക്കെ ഇപ്പോൾ നന്നായിട്ട് ഉണ്ടാകുന്നുണ്ടെന്ന് അവനും തുറന്ന് പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും വിഷമിക്കുമ്പോഴത്തേക്കും പരസ്പരം ഹഗ് ചെയ്ത് സമാധാനിപ്പിക്കുന്നുമുണ്ട്. പിന്നീട് അവർ കിസ് ചെയ്ത് ഇൻറ്റിമേറ്റ് ആവുകയും ചെയ്യുകയാണ്. അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡിലൂടെ എൻ്റെ ആവുന്നുണ്ട്. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ ബൈ.